കൃത്യമായി കണക്കുകൾ നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുണ്ട്. ആശാ വർക്കേഴ്സിന്റെ കാര്യം അധികം ചോദിച്ചു, അത് പറയാതിരിക്കാൻ പറ്റില്ല. UDF-ന്റെ കാലത്ത് 1000 രൂപ. ഞാൻ അവസാനിപ്പിക്കാം. കേരളം തൊഴിലില്ലായ്മ നിരക്കിന്റെ കാര്യത്തിൽ കേരളത്തിലെ സർവകലാശാലകളിലും കോളേജുകളിലുമായി ബിരുദ സീറ്റുകൾ എത്ര എണ്ണം ഒഴിഞ്ഞു കിടക്കുന്നു? ഇത്ര കൂടി താങ്കളൊന്ന് വ്യക്തമാക്കിയാൽ നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. ഈ വിദേശ വിദ്യാർത്ഥികൾ എന്ത് കോഴ്സ് പഠിക്കാനാണ് കേരളത്തിൽ വരുന്നത്? അതുകൊണ്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ വരാം. ഒന്ന് കാരണം അല്ല, താങ്കൾ കേക്ക് താങ്കൾ പറഞ്ഞാൽ എനിക്ക് മറുപടി ഉണ്ട്. അങ്ങ് ധൃതി പിടിക്കല്ലേ. ആശാ വർക്കേഴ്സിന് ഈ ഗവൺമെന്റ് വരുമ്പോ എത്രയായിരുന്നു? 1000 രൂപ. അത് 8000 രൂപ വർദ്ധിപ്പിച്ച് ഇപ്പൊ 9000 രൂപയായി. ഏത് 10 കൊല്ലത്തിനുള്ളിൽ 8000 രൂപയാണ് വർദ്ധിച്ചത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ആ അത്തരത്തിലൊരു നിരക്ക് ഇല്ല. അതുപോലെ KSRTC UDF-ന്റെ കാലത്ത് എന്തായിരുന്നു? ഇപ്പോഴെന്താ സ്ഥിതി? സ്വയം ശമ്പളം കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ KSRTC മാറി. അതുപോലെ തന്നെ പെൻഷൻ സമ്പ്രദായം മറ്റെല്ലാം ഉണ്ട്. തൊഴിലില്ലായ്മയുടെ കാര്യത്തിലും കടമെടുക്കുന്നതിന്റെ തോതിലും അതുപോലെ തന്നെ മറ്റെല്ലാത്തിലും താരതമ്യപ്പെടുത്തി പറഞ്ഞ മേഖലകൾ നിരവധി നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ബഹുദൂരം കേരളം കുതിച്ചു മുന്നേറുന്ന കാഴ്ച നാം കാണുകയാണ്. ഇപ്പൊ കേരളത്തിന് കടം കൂടുകയാണ്. ഇപ്പൊ UDF-ന്റെ പ്രതിനിധി പറയും, ഇപ്പൊ എത്രയാണെന്നറിയോ? 18ാം സ്ഥാനത്താണ് ഈ കേരളം. 17 സംസ്ഥാനങ്ങളുണ്ട് കേരളത്തെക്കാൾ കടമെടുപ്പ് ശതമാനത്തിൽ മുന്നിലുള്ളത്. ദേശീയ ശരാശരി വെച്ച് നോക്കുമ്പോൾ ധനകാര്യ മാനേജ്മെന്റിൽ എത്രയധികം നമ്മൾ മുന്നിൽ പോയി. ഇപ്പൊ ഈ കോൺഗ്രസ് പ്രതിനിധി എല്ലാ ചർച്ചയിലും വന്ന് പറയുന്നതായിരുന്നു, സപ്ലൈകോ പൂട്ടും, പെൻഷൻ മുടങ്ങും, ട്രഷറി അടച്ചുപൂട്ടും. ഏത് മേഖലയിലാണ് കേരളം പിന്നിൽ?